ഈ കുറേ പഠിച്ചിട്ടും ഒരു ജോലിയും കിട്ടാതെ അവസാനം ഒരു ബന്ധമില്ലാത്ത ജോലി ചെയ്യുന്ന കുറച്ച് കാറ്റഗറി ചെറുപ്പക്കാരില്ലേ, ഞാനൊക്കെ അവരുടെ പ്രതിനിധിയാണ്. വീട് എനിക്കൊരു കംഫോർട്ട് സോൺ അല്ല എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വഴിക്ക് തന്നെ ഇറങ്ങി. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ ഈ 70s കിഡ്സിന് കൂടെ റൂമിൻ്റെ വാടക ഷെയർ ചെയ്യാനും ഇടയ്ക്ക് 2 തന്തവേവ് പറയാനും ഇയാൾ ബെസ്റ്റാണ്. പ്രഥമ ദൃഷ്ടിയ ഇയാളുടെ ഐഡിയോളജികളോടൊന്നും യോജിക്കാൻ കഴിയില്ലെങ്കിലും എൻ്റെ ലൈഫ് മാറ്റിമറിച്ചൊരു സംഭവം, അതിൽ ഇയാൾക്കൊരു പങ്കുണ്ട്. വെറുതെ ഇരുന്ന് എന്നെ ഒരു കാമുകനാക്കിയ കഥ, അതൊരു വല്ലാത്ത കഥയാണ്. ഈ പരീക്ഷയുടെ തലേദിവസം അല്ലാതെ പുസ്തകം കൈകൊണ്ട് തൊടാത്ത ഞാനാണ്. ഫാമിലി ഗ്രൂപ്പിലെ മെസ്സേജസ് പോലും 2x കേൾക്കുന്ന വായനാ വിരോധിയായ ഞാൻ അങ്ങനെ അടഞ്ഞു കിടന്ന എൻ്റെ ലൈഫിൻ്റെ കഥക് തുറന്നു വന്നൊരു കഥയുണ്ട്. മാഷ് ഇവിടെ ഇല്ലേ? മാഷ് പുറത്തുപോയി, കുറച്ച് കഴിഞ്ഞ് വരും. എന്തായിരുന്നു? സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. വായിച്ചു നോക്കിയിട്ട് മാഷൊന്ന് അഭിപ്രായം പറയണം. പേരൊക്കെ സൂപ്പറാട്ടോ. തൽക്കാലം ഞാനിതിവിടെ വയ്ക്കാം. നിരുത്സാഹപ്പെടുത്തുന്നില്ല, മോളെ എഴുത്ത് തുറന്നോളൂ. നന്ദിയുണ്ട് മാഷേ. ഓ, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. നിന്നെ പോലുള്ള ചെറുപ്പക്കാരൊക്കെ പരിചയപ്പെട്ടിരിക്കേണ്ട കക്ഷിയാ. ഈ കാലഘട്ടത്തില് ഇത്രയും ഭാഷാശുദ്ധിയും സമർപ്പണമുള്ളൊരു എഴുത്തുകാരി, അതൊരു അത്ഭുതമാ. അവൾ എഴുതിയ ആ പുസ്തകങ്ങൾ കൺമുന്നിൽ കണ്ടപ്പോൾ ഞാനത് ഞെട്ടി. ആ വരികളിലൂടെയൊക്കെ ഞാൻ എത്രയോ മുമ്പേ സഞ്ചരിച്ചു തുടങ്ങിയായിരുന്നു. അതിനിടയിൽ അവളെക്കുറിച്ച് മാഷ് പറഞ്ഞ വാക്കുകൾ കൂടി കേട്ടപ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു ഇഷ്ടം പെയ്യാൻ തുടങ്ങുകയായിരുന്നു. പിന്നീട് ഞാൻ അറിയാത്ത ലോകം, ആ പുസ്തകം, കഥകൾ, ഇമോഷൻസ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളോട് ഒരു ഇഷ്ടം തോന്നുന്നു, ഇതുവരെ കാണാത്ത കേൾക്കാത്ത ഒരാളോട്. പിന്നെ കാത്തിരിപ്പാണ്. ഞാനും ഈ പുസ്തകം മാത്രമാണ് എൻ്റെ ഇഷ്ടം. ഇന്നെൻ്റെ സ്നേഹത്തോളം ആഴമുണ്ടെന്ന് ഞാൻ അറിയുമ്പോഴും നഷ്ടപ്പെടുമോ എന്നൊരു വിങ്ങലാണ്. മെഴികൾ പറയാതെ പറഞ്ഞ് എങ്കിലും ജാമ്യമില്ലാത്ത കാത്തിരിപ്പാണ്. ഉള്ള് പൊള്ളുന്ന കാത്തിരിപ്പ്. മാഷേ, വാക്കുകൾക്കിടയിലുള്ള മൗനം അത് വേണ്ടായിരുന്നു. വളർന്നു വരുന്നൊരു യുവ സ്റ്റോറി ടെല്ലർ എന്ന നിലയിൽ ഞാൻ അതങ്ങോട്ട് ക്ഷമിച്ചിരിക്കണം. രാവിലെ തന്നെ മൂഡ് കളയാനായിട്ട് ഒരു തന്തോയി പഠിച്ചോണ്ട് വരല്ലേ, ഞാൻ വരാൻ ലേറ്റ് ആവും. കാത്തിരിപ്പാണ്, ഉള്ള് പൊള്ളുന്ന കാത്തിരിപ്പ്.
അവളോട് പുസ്തകത്തിൻ്റെ അവസാന താളുകൾ മടക്കി വയ്ക്കുമ്പോഴും ഉള്ളിൽ പടരുന്നത് അവളെ കാണാൻ കഴിയാത്തതിൻ്റെ സങ്കടമാണോ ഒരു തരം തരിപ്പാണോ എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ നോവിന് ഇന്നെൻ്റെ സ്നേഹത്തോളം ആഴമുണ്ടെന്ന് ഞാൻ അറിയുമ്പോഴും നഷ്ടപ്പെടുമോ എന്നൊരു വിങ്ങലാണ്. മിഴികൾ പറയാതെ പറഞ്ഞ് ചില ഇഷ്ടങ്ങൾ ശീലമായി കഴിഞ്ഞാൽ ഇല്ലാത്ത കാത്തിരിപ്പാണ്. അതില്ലാതെ ജീവിക്കാൻ പറ്റില്ലടോ. തനിക്കത് അറിയാത്തോണ്ടാ. സിനിമയിലൊക്കെ കാണുമ്പോൾ ക്രിഞ്ചെന്ന് പറഞ്ഞ് കളിയാക്കിയ ഞാൻ ഇപ്പൊ ലോക ക്രിഞ്ച. അയാൾ പറഞ്ഞതിലും എന്തൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നൽ. പക്ഷെ മനസ്സിങ്ങനെ അല്ല, എന്താ ഇപ്പം നിന്റെ പ്രശ്നം? ധൈര്യം ഇല്ലടാ. ആ കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു ആ ശരി ശരി. പിന്നെ ഫുൾ ബ്ലാങ്കാ. എന്തിനാ വിളിപ്പിച്ചേ? സമയർ ഇത് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അതിനെ ഞാൻ വിളിപ്പിച്ചത്. 1-2 എണ്ണം വെക്കാം. അതായത് ഫേമസ് ബുക്കുകൾ പോലും വായനക്കാരില്ല ഇപ്പോൾ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. പിടിച്ചു. എടാ ഞാനേ ഒരു മിനിറ്റ്. ഹലോ, എന്നെ ഓർമ്മയുണ്ടോ? എന്ത് പറ്റി? ബുക്കൊക്കെ തിരിച്ചെടുക്കുന്നു? എൻ്റെ പുസ്തകങ്ങൾ ആരും തന്നെ എടുക്കുന്നില്ല, അതുകൊണ്ട് തിരിച്ചെടുക്കുക. ആണോ? ഇതിൻ്റെ ഓണർ എൻ്റെ ഫ്രണ്ടാ. ഞാൻ വേണമെങ്കിൽ സംസാരിച്ച് നോക്കാം. കുഴപ്പമില്ലല്ലോ? അത് കുഴപ്പമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇങ്ങനെ തരൂ. അവളെ വീണ്ടും കണ്ടു, വീണ്ടും സംസാരിച്ചു. അവളിലേക്ക് അടുക്കാൻ ഒരു ചാൻസും വീണ് കിട്ടി.
കേൾവി ഒരു സുഖമുള്ള അനുഭവമാണ്. അത് ഹൃദയം കൊണ്ട് വായിച്ചറിയുന്നത് പോലെ തോന്നും. എൻ്റെ കഥകളുടെ ജീവൻ അത് തൻ്റെ ശബ്ദമായിരുന്നു. എടോ, ഒരു കൗതുകത്തിന് പുറത്ത് വായിച്ചു നോക്കിയതൊന്നുമല്ല. ഹൃദയം കൊണ്ട് വായിച്ചു നോക്കിയപ്പോൾ എവിടെയോ തോന്നിയൊരിഷ്ടം. മാഷ് എപ്പോഴും പറയും, ചില ഇഷ്ടങ്ങൾ തോന്നി തുടങ്ങിയാൽ അത് പിന്നെ മറക്കാൻ. എടോ പ്ലീസ്, ഇതുകൊണ്ടാണ് ആരോടും വല്ലാണ്ട് അടുക്കാൻ പേടി. അടുത്തു കഴിഞ്ഞാൽ പിന്നെ അകന്നു പോവാറാണ് പതിവ്. കുട്ടിക്കാലത്തെ വൈകല്യം കോളേജ് കാലത്തെ പരിഹാസപാത്രമായി വേണ്ടി വന്നതാണ്. രസമുള്ള എന്തെങ്കിലും കേട്ടു തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഇത് പണിമുടക്കിയേക്കാം. ഇഷ്ടമില്ലാത്തതൊക്കെ കേൾക്കുകയും കേട്ടതിലേറെ കേൾക്കാത്തൊരു ലോകമാണ് എൻ്റെത്. ചെറുപ്പം തൊട്ടേ ശീലിച്ചതാണിത്. അത് മറക്കാനുള്ള ശ്രമമായിരുന്നു എൻ്റെത്. വീട്ടിലെ എനിക്കൊരു പെങ്ങളുണ്ട്. തന്നെ പോലെ തന്നെ അവളും. അതിൻ്റെ പരിഗണനയൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല. അല്ല, അവൾക്കത് ഇഷ്ടമല്ല. തൻ്റെ വരികളിൽ പറഞ്ഞിട്ടില്ലേ, സ്നേഹത്തിൻ്റെ ഭാഷ ചേർത്ത് പിടിക്കലാണ്, മനസ്സുകൊണ്ട് സംസാരിക്കലാണ്, ഹൃദയം കൊണ്ട് കേട്ടിരിക്കലാണ്, ആത്മാവ് കൊണ്ട് തൊട്ടറിയുന്നതാണ്. ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ്. ഒരു കാരണവുമില്ലാതെ കാലം ആരെയും ആരിലേക്കും ചേർത്ത് വയ്ക്കില്ല.